ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ ലോകത്ത് നടക്കുകയുള്ളൂ. അള്ളാഹു മാത്രമേ സട്ടാവുള്ളൂ, അള്ളാഹ് മാത്രമേ അധികാരമുള്ളവനുള്ളൂ. അള്ളാഹുവിൻ്റെ അധികാരത്തിന് കീഴിൽ അള്ളാഹു ഉദ്ദേശിച്ചതെല്ലാം അവൻ നടപ്പാക്കും. അത് പലരും മുഖേനയും നടപ്പാക്കും. ഇപ്പോൾ രോഗം അള്ളാഹു തആലയാണ് കൊടുക്കുന്നത്. അത് പലപ്പോഴും ഇപ്പോൾ കൊറോണ അത് ഒരു വൈറസ് മുഖേനയാണ് അത് കൊടുത്തത്. അതുകൊണ്ട് വൈറസാണ് രോഗം ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല, വൈറസ് മുഖേന. അതേ സമയത്ത് രോഗത്തിന് ചികിത്സ മരുന്ന് മുഖേന അള്ളാഹ് രോഗശമനം കൊടുക്കുന്നു. മരുന്ന് മുഖേന അള്ളാഹ് രോഗത്തെ പ്രതിരോധിക്കുന്നു. അതാണ് വാക്സിൻ. പ്രതിരോധിക്കുന്നത് അള്ളയാണ്, ആ വാക്സിനല്ല. കത്തി മുഖേന മുറിക്കുന്നു, അതുപോലെ തീ മുഖേന കരിക്കുന്നു, ഭക്ഷണം മുഖേന വിശപ്പടക്കുന്നു, വെള്ളം മുഖേന ദാഹം തീർക്കുന്നു. ഇങ്ങനെ എല്ലാം സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. നിമിത്തങ്ങളായി അള്ളാഹു തആല പലതും വെച്ചിട്ടുണ്ട്. അതിൽ ഭൗതികമായ നിമിത്തങ്ങളുണ്ട്, അഭൗതികമായ നിമിത്തങ്ങളുണ്ട്. ഈ അഭൗതികമായ നിമിത്തങ്ങളാണ് ഈ റൂഹാനിയായ എന്ന് പറഞ്ഞാൽ ആത്മീയമായ നിമിത്തങ്ങൾ. ആ നിമിത്തങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയന് ഒരു സ്ഥാനം കൊടുക്കുന്നു. ആ വലിയൊരു കാര്യം വേണമെന്ന് തന്നെ ഉണ്ടാവും. അതാണ് എന്നുടെ ഏകലുടയവൻ തൻ്റെ ഏകൽ ആകുമെന്ന് ഞാൻ ചൊല്ലില്ലാകും അതെന്നോവർ. പക്ഷേ അതെപ്പോഴാ ഞാൻ ചൊല്ലല്? ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. അള്ളാഹുവിൻ്റെ ഉത്തരവ് വേണം, എന്നാലേ പറയൂ, പറഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ അള്ളാഹു തആല ഒരു കാര്യം ഒരു നബി മുഖേന ഇവിടെ ചെയ്യണം എന്നുദ്ദേശിച്ചാൽ, ഒരു വലിയ മുഖേന ഒരു കാര്യം ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് അത് ചെയ്യാൻ അല്ലെങ്കിൽ പറയാനുള്ള കഴിവല്ല കൊടുക്കും, അവർക്ക് കൊണ്ട് തോന്നിപ്പിക്കും, എന്നിട്ട് അവർ മുഖേന ചെയ്യും. അതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്രയോ നാഴിക അപ്പുറത്തുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തണം സുലൈമാൻ നബിയുടെ ഒരാഗ്രഹമാണ്. അപ്പോൾ അതാര് കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ആലൈ ഫിരീത്തുമിനൽ ജിന്നി, ഖുർആനാണ്. ജിന്ന് പറഞ്ഞു കുറേ സമയം വേണം, നിങ്ങൾ ജഡ്ജിമെൻറ്റിന് വേണ്ടി കയറി വിധിയെല്ലാം പറഞ്ഞ് കോടതിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് അങ്ങോട്ട് തരാം. അപ്പോൾ ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, ഒരു വിവരമുള്ള മഹാൻ, ആ മഹാൻ പറഞ്ഞു ഖാന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, നിങ്ങളെ കണ്ണടച്ച് ഓർക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് തരാം. അപ്പോൾ കണ്ടോ, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു എന്ന് ഖുർആൻ പറയുന്നു. ആ പറഞ്ഞു കഴിയുമ്പോൾ സാധനം എടുത്തിരിക്കുന്നത്. അവിടെ പിന്നെ എങ്ങനെയെന്ന് ചോദിക്കരുത്, അതാണ് സെൽഫിയുള്ള പരിപാടി. എങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് കറാമത്ത് നിന്നാടോ. കോഴിക്കോട്ടുനിന്ന് ഒരു ലോഡ് മരം കൊണ്ടുവന്ന് കുറ്റിയാടി, എങ്ങനെയെന്ന് തിരിഞ്ഞതാ, അതിൻ്റെ പേര് കറാമത്ത് നിന്നാ. എങ്ങനെയെന്ന് തിരിയാതുള്ളതിനെ കറാമത്ത് എന്ന് പറയും. കറാമത്ത് എന്ന് പറയുന്നതിന് എന്തിനാണ്? ഖാലിഖുലില്ലാതെ അസാധാരണം. ഈ അസാധാരണം അല്ലാഹു തആല ചെയ്യിക്കുന്നത് എന്തിനാ? അത് ഈ സെൽഫികൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. അള്ളാഹ് ചെയ്യിക്കുന്നത് എന്തിനാ വെച്ചാൽ, ഇവിടെ ഞാൻ നേരത്തെ വായിച്ച കിതാബിൽ അവർ തന്നെ പറയുന്നുണ്ട്, അത് അള്ളയാണ് എല്ലാം ചെയ്യുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അള്ളയാണ് എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ കാരണം സാധാരണ ചെയ്യുന്നതിനെതിരെ വരികയാണ്. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു തീയിലിടുകയാണ്. അപ്പോൾ അവർക്കൊരു പ്രശ്നമില്ലാണ്ട് അവർ തീയുന്നതിന് രണ്ടരക്കായി നിക്കരിച്ചിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ മനസ്സിലായില്ലേ, തീക്ക് ഇവിടെ ഒരു കഴിവില്ല, അള്ളാഹ്ക്കേ ഉള്ളൂ. അപ്പോൾ അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ, ഇവിടെ വേറെ ഒന്നിനും തസീറില്ല എന്നത്, തസീറെന്ന് വെച്ചാൽ സ്വന്തത്തിൽ കഴിവില്ല എന്നത് ബോധ്യപ്പെടുത്തലും കൂടിയാണ് കറാമത്ത്. അപ്പോൾ അവിടെ സിംഹാസനം ഇങ്ങോട്ട് എത്തുകയാണ്. ഖുർആനാണത്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഖുർആനിലും ഹദീസിലും കറാമത്തുകളായിട്ട് വന്നതുണ്ട്. അപ്പോൾ കറാമത്തില്ല എന്ന് പറയരുത്, കറാമത്തിനെ നിഷേധിക്കരുത്, കറാമത്തിനെ ചോദ്യം ചെയ്യരുത്. അത് ഖുർആനെയും ഹദീസിനെയും ചോദ്യം ചെയ്യലാണ്, ഇസ്ലാമിനെ കൊണ്ട് വിരക്കുകയാണ്. ഇനിയൊന്ന് പറയാനുള്ളത്, ഔലിയാക്കളിൽ പല മർത്തബക്കാരുണ്ട്. മർത്തബ 1000 മഖാമുണ്ട് ഔലിയാക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അദ്ദാർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം,
ആരാണ് കുത്തുബ് ഗൗസ് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് എന്നാ. അതിന് ബഹുമാനപ്പെട്ടവർ മറുപടി പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ ഇബ്നു തൈമിയ്യ ഒന്നും കൂടി പറയുന്നുണ്ട്. സെലഫീനെ പോലത്തെ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞാണ് അയാൾ. ഖുർആനിലൊരു പേരില്ലാന്ന് വെച്ചിട്ട് പേര് വിളിച്ചുകൂടാന്നൊന്നുമില്ല എന്ന് തന്നെ അയാൾ പറയുന്നത്. ഖുർആനിലില്ലാന്ന് വെച്ചിട്ട് പേര് വിളിച്ചുകൂടാന്നില്ല. അതാണ് ചോദിച്ചത്, സെലഫി എന്നുള്ള പേര് ഖുർആനിലുണ്ടോ, മദനി എന്നുള്ള പേര് ഖുർആനിലുണ്ടോ? അങ്ങനെ ഖുർആനിൽ പേരില്ലാത്തൊന്നും വിളിക്കാൻ പാടില്ല എന്നാരാ പറഞ്ഞേ? ഒരു ടീമിന് ഒരാൾക്ക് ആ ടീമിന് എന്ത് പേരും വെച്ചൂടെ? അപ്പോൾ സൂഫിയാക്കളായ ആളുകളിൽ ഓരോ വിഭാഗത്തിന് ഓരോ പേരും. പോലീസുകാരനുണ്ട്, പോലീസിൻ്റെ അപ്പുറം ASI ഉണ്ട്, പിന്നെ ഒരു SI ഉണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറം CI ഉണ്ട്, പിന്നെ DYSP ഉണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് SP ഉണ്ട്. SP എത്ര ഉണ്ട്? ഓരോ ജില്ലയിൽ ഓരോന്നുണ്ട് ഇല്ലേ? ഒരു ജില്ലയിൽ തന്നെ ചിലപ്പോൾ 2 ആയിക്കൂടാന്നില്ല ഇല്ലേ? ഇനി അതിൻ്റെ അപ്പുറം DIG ഉണ്ട്, പിന്നെ IG ഉണ്ട്, DGP ഉണ്ട്. ഒരു ഭരണ സംവിധാനമാണ്. ആത്മീയ ഭരണ സംവിധാനത്തിലും പല പേരിലും പലരും ഉണ്ട്. അത് എത്ര ഉണ്ട് എന്നും പറയാനാവില്ല, ഒരുപാടുണ്ട്. പക്ഷേ ചില പ്രത്യേക സ്ഥാനത്ത് ആരേ ഉണ്ടാവുള്ളൂ, ഒറ്റൊരാളെ ഉണ്ടാവുള്ളൂ. അത് അല്ലാഹു തആല അങ്ങനെ ചില കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടോ നിങ്ങൾ, ഫൈദാ ഖീല അൻ ഉലൈക സുഹാദി വൽ ഉബാദി മിനൽ ബസരീന അന്നഹും സിദ്ദീഖൂന ഫഹുവ കമാ യുഖാലു മിൻ അയിമ്മത്തിൽ ഫുഖഹാഇ മിൻ അഹ്ലിൽ കുഫറത്തി അന്നഹും സിദ്ദീഖൂന അയ്ളൻ. നമ്മളെ ഇമാമിങ്ങൾ ഉണ്ടല്ലോ, അവരും സിദ്ദീഖുകൾ തന്നെയാണ്. ആര്? അബൂ ഹനീഫ റളിയല്ലാഹു, ഷാഫി ഇമാം, അതൊക്കെ സിദ്ദീഖുകളാണ്. കുല്ലും ബിഹസ്ബി ത്വരീഖിൽ ലദീ സലകഹു ബിൻ ത്വാഅത്തില്ലാഹി വറസൂലിഹി ബിഹസ്ബി ഇജ്തിഹാദിഹി വഖദ് യകൂനൂന മിൻ അജല്ലി സിദ്ദീഖീന ബിഹസ്ബി സമാനിഹിം. അപ്പോൾ അവരെല്ലാം സിദ്ദീഖുകൾ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ റൂട്ടാണ്. ഷാഫി ഇമാമും മസ്അലയൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അതോടുകൂടെ ഇബാദത്തിലൊക്കെ മുഴുകുകയും ചെയ്തു, കിട്ടിയൊക്കെ സദഖ ചെയ്യുകയും ചെയ്തു. അങ്ങനെ TM വലിയുള്ളാഹിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയില്ല. TM വലിയുള്ളാഹിൻ്റെ സ്വഭാവം എന്തായിരുന്നു? TM വലിയുള്ളാഹിടെങ്കിലും ഒരു പരിപാടി നടത്തിയിട്ട് എല്ലാവരും പിരിവ് എന്ന് പറഞ്ഞ് പിരിവെടുത്തിട്ട് സ്വന്തം കീശയിലിട്ടിനോ? ഇല്ല, അങ്ങനെ പരിപാടിക്ക് പോയിട്ടില്ല. എന്നാൽ പിന്നെ ഇപ്പോഴത്തെ കുറേ വ്യാജ തരീഖത്തുകാർ ചെയ്യും പോലെ ഇരുന്നിട്ട് എൻ്റെ കുറേ മുരീദന്മാരെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളെ കൂട്ടിയിരുത്തിയിട്ട് എല്ലാവരെയും ബെരിയും തന്നെ വിളിച്ചിനോ? അതുമില്ല. CM വലിയുള്ളാഹി എന്താ ചെയ്തത്? കുറേ ആൾക്കാരൊക്കെ എന്തല്ലോ ഹദിയെല്ലാം കൊണ്ട് കൊടുത്ത് എല്ലാവരും വാങ്ങിയിട്ട് അവസാനം ഒരു ദിവസം തീർത്തും കൊടുത്തങ്ങ് തീർത്താൽ ചെയ്യൂര് സാർ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ CM ഉള്ളത് തീർത്തും കൊടുത്ത ഒരു ദിവസം ഫുള്ളായിട്ട് കൊടുത്തിട്ട് പോലീസുകാർ നിയന്ത്രിച്ചില്ലേ? കിട്ടിയത് മുഴുവൻ കൊടുത്തങ്ങ്. ഞാൻ പറയും, CM-നെ പറ്റിയൊന്നും ഒരു വിവരമില്ലാത്ത കുട്ടികളെ ഇപ്പം സംസാരിക്കുന്നത്. CM മുഴുവൻ കൊടുത്തങ്ങ് തീർത്ത് കഴിഞ്ഞു. ഈ CM-ന്റെ പേരും പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് കീശ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നതിൽ ആൾക്കാർ എന്തെല്ലോ വിളിച്ച് കയറിയാൽ അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. പൈസ വേണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ബൈക്ക് കൊടുക്കാം. ഏത്? CM-നെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്, ഔലിയാക്കളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്, പഠിക്കാതെ വിഷയം പറയരുത്. എനിക്ക് കേട്ടോളൂ, ഫഹും മിൻ അക്മലി സിദ്ദീഖി സമാനിഹിം. അവരാണ് ആ കാലഘട്ടത്തിലുള്ള സിദ്ദീഖുകളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സിദ്ദീഖുകളിൽപ്പെട്ട വലിയ മഹാനാണ്. അഖ്താബുകൾക്ക് മുഴുവനും നേതാവാണ്. നേരത്തെ ഞാൻ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ അതിൻ്റെ താഴോട്ട് പിന്നെ വന്ന ആളാണ്. അതിൻ്റെ ഒക്കെ മുമ്പുള്ള ആളാണ് ആര്? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറി, ഒരു പള്ളിയിൽ. അപ്പോൾ കുറച്ചാൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെല്ലോ പ്രസംഗിക്കുന്ന കൂട്ടറുണ്ടാവുമല്ലോ. അപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു കുറച്ച് കേട്ടതിന് ഇറങ്ങിപ്പോടാ ഇവിടുന്ന് പ്രസംഗിണ്ടാകും. അങ്ങനെ വേറൊരാൾ കാണാറുണ്ട് ഉസ്താദിനുണ്ട് അങ്ങനെ പരിപാടി. അങ്ങനെ ഞാൻ തന്നെ കണ്ടിന്. ഒരു മൊലിയാരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലോ വിവരങ്ങൾ, നിർത്തടോ പ്രസംഗമോ വന്നങ്ങ് നിർത്തിച്ച്. അള്ളാഹിനെ മാത്രമേ പേടിക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെ തന്നെ നടക്കും. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, അങ്ങനെ പല പള്ളിയിൽ കയറി. അവിടെയൊക്കെ പ്രസംഗിക്കുന്ന ആൾ എന്തെല്ലോ പറയുന്നത്. അങ്ങനെ ഒരു പള്ളിയിൽ കയറി, അവിടെ പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അലി റളിയല്ലാഹു അൻഹു ദൂരെ നിന്നിട്ട് എല്ലാം കേട്ടു. ഈ കുട്ടി ഇവിടെ പ്രസംഗിച്ചോട്ടെ പറഞ്ഞു. അതാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഖുതുബാണ്, ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ്. അവരൊക്കെ കറാമത്തൊക്കെ പറയുകയാണെങ്കിൽ 100 ദിവസം പറഞ്ഞാൽ തീരൂല. അങ്ങനെ സിദ്ദീഖീങ്ങളിൽ പലരുണ്ട്. സിദ്ദീഖീങ്ങൾ ഇബ്നു തൈമിയ്യ പറയാം, ദറജാത്തുൻ വഅൻവാഉൻ. സിദ്ദീഖീങ്ങൾ പല പദവിക്കാരാണ്, പല വകുപ്പുകളാണ്. വലിഹാദാ ലികുല്ലി മിൻഹും സിൻഫുൻ മിനൽ അഹ്വാലി വൽ ഇബാദാത്ത്. അതുകൊണ്ട് പല വകുപ്പായതുകൊണ്ട് ചിലർക്ക് ചില ഹാലുണ്ടാവും, ചിലർക്ക് ചില ഇബാദത്ത് ഉണ്ടാവും. ഹഖഖഹു വഅഹ്കമഹു വഗലബ അലൈഹി. അത് വേറെ പരിപാടി അതായിരിക്കും. അതാണ് ഫലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസില എന്ന് അതുക്കേ പറഞ്ഞതാണ്. ഇനി അതിൽ തന്നെ എന്താവും?
ചിലപ്പോൾ ചില ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും തമ്മിൽ ചില ഖിലാഫില്ലേ, അതുപോലെ ചില മദ്ഹബിൽ ചില സൂഫിയാക്കളുടെ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ കുത്തുബുകളെ പറ്റി പറയുന്നത്, കുത്തുബാരാണ്, ഓസാരാണ്, അതുപോലെ തന്നെ മറ്റു കാര്യം, അതിലൊക്കെ അവരൊക്കെ ചില ഖിലാഫുകളുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. അതൊക്കെ ഇബ്നു തൈമിയ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇബ്നു തൈമിയനെ അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് കുറേ വിവരമുണ്ട്. കുറച്ച് കാര്യത്തിൽ അയാൾക്ക് പിഴവും പറ്റിയിട്ടുണ്ട്, കുറച്ച് കാര്യത്തിൽ അയാൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുക്കലുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലേ? മരിച്ച മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതിനും സദഖ ചെയ്യുന്നതിനും അനുകൂലമായിട്ട് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചാൾക്ക് ഫലം കിട്ടുമെന്ന് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുണ്ട്. മരിച്ച പോലെ വലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അതുകൊണ്ട് വലിയ ഫലം കിട്ടുന്ന അയാൾ എഴുതിയിട്ടുണ്ട്. ഖുർആൻ ഓതലുണ്ട്, ഖുർആൻ ഓതിയ ഫലം കിട്ടുന്ന അയാൾ എഴുതിയിട്ടുണ്ട്. തറാവീഹ് 20 റകഅത്ത് സഹാബത്ത് ഖുലഫാഉർ റാഷിദീൻ നിസ്കരിച്ചാണ്, അങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അയാൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് അതിനെ സംബന്ധിച്ചാണ് ഇമാം സുബ്കി റളിയല്ലാഹു പറഞ്ഞത്, ലഹു ദകാഉൻ വഇൽമുൻ വലാകിൻ ലം യജിദ് ശൈഖൻ യഹ്ദീഹി എന്ന് പറഞ്ഞു. മുപ്പർക്ക് ഒരു ശൈഖ് ഉണ്ടായില്ല, അതുകൊണ്ട് കുറച്ച് അബദ്ധം പറ്റിയെന്നാണ്. ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ നിയന്ത്രണം ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ എന്താവും, പല അബദ്ധവും വരും. അതിപ്പോൾ ഞാൻ ഇപ്പം വിശദീകരിക്കുന്നില്ല. നമ്മളെ അടുത്ത് തന്നെ പഠിക്കുകയോ ഇതൊക്കെ ചെയ്ത ചില കുട്ടികൾ ഓല് പോയിട്ട് ഭയങ്കര ശൈഖാണ് തരീഖത്താൻ പറ്റി ചില ആളുകളായിട്ട് പോയി. ആ പോയത് പിന്നെ തെറ്റാണ് എന്നുള്ളത് വിളിച്ച് ബോധ്യപ്പെടുത്തി, എന്നാൽ പിന്നെ ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയല്ല വേണ്ടിയോ, ഉസ്താദ്മാർ വിളിച്ച് ബോധ്യപ്പെടുത്തണ്ടേ? ബോധ്യപ്പെടുന്നവനെ പോകില്ല. ജുനൈദുൽ ബഗ്ദാദി നിങ്ങളെ കാലത്ത് ഒരാളുണ്ടായിരുന്നു, മൂപ്പരെ ശിഷ്യൻ. അയാൾ എന്ത് ചെയ്തു, അയാൾക്ക് കുറേ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. അയാൾ വിചാരിച്ചു ഞാൻ വലിയ ഔലിയായി എന്ന് വിചാരിച്ചു. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ചോദിച്ചു, എന്താണോ എൻ്റെ അത്ഭുതം എന്ന് ചോദിച്ചു. അത് എൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ പുലി വരും, ഞാൻ എൻ്റെ പുറത്ത് കയറും, രാത്രി പോവും, എൻ്റെ പോയാൽ നല്ല വെളുത്ത തലയെ കിട്ടും, നല്ല ഭംഗിയുള്ള ആൾക്കാർ കുറേ ആൾ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തെത്തു. എന്നാൽ എന്തൊരു റാഹത്താ, ഞാനവിടെ പോയി കിടന്നുറങ്ങും. എന്നാലോ പിന്നെയോ നേരം വെളുത്താൽ ഞാൻ എൻ്റെ പുറക്കേൻ്റെ എത്തിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ വലിയ മക്കാമിലെ ഉസ്താദ്, അതുകൊണ്ട് ഞങ്ങളെത്തി വരാത്തതെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം ജുനൈദുൽ ബഗ്ദാദി തങ്ങളെന്ന് പറയുമോ, നീ ഇന്നും പോയിക്കോ, അങ്ങനെ തന്നെ പോകുമ്പോൾ ഇനിയൊരു കാര്യം ചെയ്തു, അവിടെ എത്തിയാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 3 പ്രാവശ്യം പറഞ്ഞാൽ കേട്ടോ എന്ന്. അപ്പോൾ ഇയാൾക്ക് തീരെ ദഹിച്ചില്ല. ഉസ്താദ് പറഞ്ഞിട്ടും ശിഷ്യന് ദഹിക്കുന്നില്ല. എന്നാലും ഏതായാലും പറഞ്ഞ സ്ഥിതിക്കൊന്ന് പറയാൻ വിചാരിച്ചിട്ട് അന്ന് പറഞ്ഞ പുലി വന്ന് പുലിയുടെ പുറത്ത് കയറി അവിടെ പോലും ചെയ്ത് അവിടെ എത്തിയിട്ട് ചെയ്തു. അത് പറഞ്ഞ സ്ഥിതിക്കൊന്ന് നോക്ക്, എന്താ വരുക നോക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അതാ സാഹു ഫറു എല്ലാവരും എണീച്ച് ഒരൊറ്റ ഓട്ടം. ഈ വെളുത്ത കുപ്പായാലിട്ട് നല്ല ഭംഗിയുള്ള ആൾക്കാർ ഒരൊറ്റൊന്നും വിനാടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണ്, കുറേ ശവം കുറേ നജസും വേറൊന്നുമില്ല. അപ്പം മനസ്സിലായി ഉസ്താദിനെയും വിട്ടുപോയത് ശരിയായിട്ടില്ല. ഞാൻ തന്നെ സ്വന്തം ശൈഖായി എന്ന് വിചാരിച്ചാൽ പോയത് ശരിയായിട്ടില്ല എന്ന് വെച്ചാൽ തിരിച്ച് വന്ന് ഉസ്താദിൻ്റെ ഒന്ന് തോബ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് ഉസ്താദുമാരെ പരിഗണിക്കണം. ഉസ്താദുമാർ നമ്മളെക്കാണ് കൂടുതൽ കണ്ടിട്ടുണ്ടെന്നും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഒക്കെ ഉള്ള ഒരു ധാരണ വേണം. കിബിറുണ്ടാകാൻ പാടില്ല. കിബിറുണ്ടായ പേച്ചു, കിബിറുണ്ടായതാണ് ഇബ്ലീസ് വെച്ചു, കിബിറുണ്ടായ ആരും വെച്ചു. അപ്പോൾ കിബിറുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ വലിയ വലിയ മഹാന്മാർ, അവരിൽ പല കക്ഷികളും ഉണ്ട്. അതിൽപ്പെട്ട സൂഫിയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു, അതിന് അങ്ങനെ ഖുർആനിലും ഹദീസിലൊന്നും പേര് വേണമെന്നില്ല. അത് സൂഫിയത്ത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണ്, വലിയ മഹാന്മാരാണ്. അതിന് ഹദീസും ആയത്തൊക്കെ മൂപ്പരിങ്ങനെ തെളിവും പറയാം. ഔലിയാഉല്ലാഹി ഹുമുൽ മുഅ്മിനൂന മുത്തഖൂൻ സവാഉൻ സുമ്മിയ അഹദുഹും ഫഖീറൻ ഔ സൂഫിയൻ ഔ ഫഖീഹൻ ഔ ആലിമൻ ഔ താജിറൻ ഔ ജുന്ദിയൻ ഔ സാനിഅൻ ഔ അമീറൻ ഔ ഹാക്കിമൻ ഔ ഗൈറ ദാലിക്. എന്താ പറഞ്ഞ്, സൂഫിയാക്കളിൽ കച്ചവടക്കാരുണ്ട്. ബിസിനസ്സുകാരൊക്കെ മാശാൻ വിചാരിക്കരുത്. കച്ചവടക്കാർ ചിലർ സൂഫികളുണ്ടാവും, വലിയ സൂഫിയായിരിക്കും, ഭയങ്കര ബിസിനസ്സുകാരനായിരിക്കും. ആലിമൻ, സാധാരണ നിൽക്കുമ്പോൾ ആലിമികൾ വരുന്നല്ലോ, അങ്ങനത്തെ ആലിമികൾ വലിയ സൂഫിയായിരിക്കും. ഔ ജുന്ദിയൻ, ചിലപ്പോൾ സൈന്യത്തെപ്പെട്ട പട്ടാളക്കാരനായിരിക്കും, പോലീസായിരിക്കും, അയാൾ സൂഫിയായിരിക്കും ചിലപ്പോൾ. പിന്നെ ഔ അമീറൻ, ചിലപ്പോൾ ഭരണാധികാരിയായിരിക്കും, അയാൾ സൂഫിയായിരിക്കും. ഔ ഹാക്കിമൻ, ചിലപ്പോൾ ജഡ്ജിയായിരിക്കും, സൂഫിയായിരിക്കും. അങ്ങനെ ഫഖീർ എന്നും പേര് പറഞ്ഞാലും സൂഫി എന്ന് പറഞ്ഞാലും അള്ളാഹിൻ്റെ ഔലിയാക്കളായ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങൾ, അതാ ഔലിയാക്കൾ. ആ ഔലിയാക്കൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹാന്മാരാണ്. ഇപ്പോൾ സൂഫി എന്ന് പറഞ്ഞുകൊണ്ട് മോശമില്ല, ഫഖീർ തന്നെ മോശമില്ല. ഞാൻ സൂഫിയാണ്, ഞാൻ ഫഖീറാണെന്നും എന്നെ പോലത്തെ ഒന്നും പറയാൻ പോകണ്ട, അതാ ഞാൻ പറഞ്ഞത്. കാരണം നമ്മളതിനൊന്നും ആയിട്ടില്ല. ഇതേപോലെ ഒരാളെ സ്ഥാനം നിർണ്ണയിക്കലുണ്ട്. തങ്ങളെയും കൂട്ടിയിട്ട് പലരും ഒരേൻ്റെ സ്ഥാനം നിർണ്ണയിക്കൽ അല്ലേ? അതിന് കുഴപ്പമില്ല, അറിയുന്നവരെ കൊണ്ടൊരു കാര്യം സ്ഥാനം നിർണ്ണയിക്കുന്നത്. പക്ഷെ ഔലിയാക്കളെ സ്ഥാനം നിർണ്ണയിക്കാൻ എന്നെ പോലത്തെ ഒന്നും പറ്റൂല. ഔലിയാക്കളെ സ്ഥാനം
ഔലിയാക്കളായ മഹാന്മാർക്കേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്. ചുരുക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയാണ്. റവൽ യാഫി റഹിമഹുല്ലാഹു തആല ഫീ റൗദിഹി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലാഹി തആല ഫീ അർളത്തിൻ 300 ഖുലൂബുഹും അലാ ഖൽബി ആദം 40 ഖുലൂബുഹും അലാ ഖൽബി മൂസാ വലഹു 7 ഖുലൂബുഹും അലാ ഖൽബി ഇബ്രാഹിം വലഹു 5 ഖുലൂബുഹും അലാ ഖൽബി ജിബ്രീൽ വലഹു 3 ഖുലൂബുഹും അലാ ഖൽബി മീകായിൽ വലഹു 1 ഖൽബുഹു അലാ ഖൽബി ഇസ്രാഫീൽ അലാ നബിയിനാ വഅലൈഹി വസ്സലാത്തു വസ്സലാം فإذا مات الواحد جعل الله تعالى مكانه من الثلاثة وإذا مات من الثلاثة جعل الله مكانه من الخمسة وإذا مات من الخمسة جعل الله مكانه من السبعة وإذا مات من السبعة جعل الله تعالى مكانه من الأربعين وإذا مات من الأربعين جعل الله مكانه من الثلاثمائة وإذا مات من الثلاث جعل الله مكانه من العامة بهم يرفع الله العز وجل البلاء عن هذه الأمة. ഈ സമുദായത്തിന് ഏത് മുസീബത്തുകളും അല്ലാഹു തആല തടുക്കുന്നു. അള്ളാഹു തടുക്കാൻ ഇവർ കാരണക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ റസൂലുള്ള കാരണമാണ് ഈ ലോകം ഉണ്ടായത് എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ലോകം ഉണ്ടാക്കിയ റസൂലുള്ളയാണ് എന്നല്ല, നബിതങ്ങൾ കാരണമായി ലോകമുണ്ടായി. അതുപോലെ ഇവർ മുഖേന എന്ന് പറഞ്ഞാൽ ഇവർ കാരണമായി. അത് ചിലപ്പോൾ അവരെ ദുആയായിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ബിദുആഇഹിം, അവരുടെ ദുആ കൊണ്ട് മുസീബത്തുകളൊക്കെ തടുത്തു പോകുന്നു. ചിലപ്പോൾ ചില സമയങ്ങളിൽ അവർ തന്നെ ഇടപെടുന്നത് കൊണ്ടാകും അതിന് തസറുഫ് എന്ന് പറയും. അങ്ങനെയുമാകാം. ഏതായിരുന്നാലും അവർ മുഖേന അല്ലാഹു തആല തടുക്കുന്നു. തടുക്കുന്ന ആരാ? അല്ലാഹ്. ഏതുപോലെ നീ മുഖേന അല്ലാഹു ഒരാളെ ഹിദായത്താക്കുക. ആരാ ഹിദായത്താക്കുന്നേ? അല്ലാഹ്. ആര് മുഖേന? മുലിയാർ മുഖേന, പണ്ഡിത മുഖേന. അപ്പോ അല്ലാഹു തആല നിമിത്തങ്ങളായി ഇവിടെ പലരെയും വെച്ചിട്ടുണ്ട്. ആരാണ് ഫായിലും ഫിൽ ഹഖീഖ? യഥാർത്ഥത്തിൽ ചെയ്യുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. നിമിത്തം മാത്രമാണ്. അങ്ങനെ നിമിത്തമായിട്ട് അല്ലാഹു തആല വെച്ച കൂട്ടത്തിൽ പല തരക്കാരുണ്ട്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഇത് പണ്ഡിതന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഭാഗത്ത് വായിച്ചത്. അതെ, യാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ് ബഹുമാനപ്പെട്ട ഖുത്ബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി പറയാണ്, വഹാദൽ വാഹിദുല്ലദീ അലാ ഖൽബി ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സുള്ള ഒരാളുണ്ട്. ഹുവൽ ഖുതുബു, അദ്ദേഹത്തിന് സൂഫിയാക്കൾ അൽ ഖുതുബ് എന്ന് പറയും. വഹുവൽ ഖൗസു, അദ്ദേഹമാണ് അൽ ഖൗസ് എന്നും പറയുന്നത്. പക്ഷേ ശേഷം വിശദീകരിക്കുന്നത് മകാനതുഹു മിനൽ ഔലിയാഇ നഫഅല്ലാഹു ബിഹിം മിൻ മൻസിലത്തിൻ നുഖ്തതി മിനദ് ദായിറത്തി ലത്തി ഹിയ മർകസുഹാ ബിഹി യഖഉ ആലം. ലോകം മുഴുക്കെ അല്ലെങ്കിൽ ലോകം അത് നല്ല നിലക്ക് പോകുന്നതിന് ഈ മഹാൻ ഒരു നിമിത്തമായിരിക്കും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഒരു മഹാൻ ഉണ്ടാവും. അതാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞേ, അള്ളാഹ് എന്ന് പറയുന്ന ഒരാളും ഇല്ലാത്ത സമയമായ പിന്നെ ഉണ്ടാവില്ല, ഒരു ഉതുവും ഉണ്ടാവില്ല. അപ്പോൾ ലോകം അങ്ങ് നശിക്കും. അപ്പം ലോകം നശിക്കാതെ നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. പണ്ട് ബാഗിലൊക്കെ ചെല്ലുന്നൊരു പദ്യം ഉണ്ടായിരുന്നു. എന്തേ ഇപ്പം ഈ മുത്താലിമിയൊക്കെ നിന്ന് അറിഞ്ഞുകൊണ്ടായിപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നുകയാണ്. ബാഗിലൊക്കെ ചെല്ലുന്നൊരു പദ്യം ഉണ്ടായിരുന്നു. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസിബിയതും മിനൽ യതാമാ റുല്ലഉ. പിന്നെ എന്തേനു? വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബാ അലൈക്കുമുൽ അദാബുൽ ഔജഉ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ കന്നുകാലികളും ഇറുമ്പുകളും അതുപോലെ വയസ്സായ മനുഷ്യന്മാരും ചെറിയ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര അദാബിറങ്ങേനു എന്ന് പറഞ്ഞാൽ അവരെ അദാബിറക്കുന്നതിൻ്റെ അർത്ഥം അവരെ അദാബിനെ തടുക്കുന്നതാ. ഇവരുള്ളത് കൊണ്ട് അള്ളാഹു തആല എന്താക്കുന്നില്ല, അവരെ ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ അവരെ ദുആ കൊണ്ട് ചിലപ്പോൾ അവരെ മഹത്വം കൊണ്ട് അള്ളാഹു തആല അദാബിറക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചില മഹാന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാവലിനും അവൻ നൽകുന്ന നന്മക്കും നിമിത്തമായി അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അവർ ചില വിഷയത്തിൽ ഇടപെടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇടപെട്ടൊരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് സാധനം കൊടുത്തു തന്നെ അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടാവും. ഇനി വേറെയും പലതുമുണ്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നീട്ടുന്നില്ല. കോഴീൻ്റെ മുള്ളോട് പൂകന്നേ ചൊന്നാരെ ഉഷാദേ കുക്കിപ്പാറപ്പിച്ച് വിട്ടോവർ. എന്തേലും കാരണം വെറുതെ അഭ്യാസം കാണിച്ചോന്നല്ലേ. ഒരുത്തരം ഒരു കുട്ടീനെ കൊണ്ടുവന്ന് ശിഷ്യനാക്കിയിട്ട് കൊടുത്താ. അപ്പം കുട്ടിക്ക് കൊടുത്ത ഗോതമ്പത്തിൻ്റെ ഉമീൻ്റെ പത്തിരിയാണ്. കാരണം ശരീരത്തെ പാകപ്പത്തി എടുക്കണേ നല്ല പണിയുണ്ട്. വലിയുള്ള ഒരു ദിവസം ഇങ്ങനെ ഒരു സാലും എടുത്ത് ചോലിട്ട് ഒരു പച്ച കുപ്പായം ഇട്ട് അല്ലെങ്കിൽ കറുത്ത കുപ്പായം ഇട്ടിട്ട് ഞാനിത് ഔലിയാവുന്നു എന്ന് പറഞ്ഞ് വന്നല്ല. പിന്നെ എത്ര ദിവസമാണ് പട്ടിണി ഇടുന്നത്, എത്ര ഭക്ഷണം ഒഴിവാക്കി.
മേലിഞ്ഞ് ഒട്ടിയിട്ട് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് പറഞ്ഞ മൂപ്പര ഷെയ്ഖ് ഉണ്ടായിരുന്നു. മൂപ്പര കൂടെ ജീവിക്കുന്ന റിയാദയുടെ കാലത്ത് കണ്ടവർ നേരിട്ടിനോട് പറയുന്നുണ്ട്, കണ്ടവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ അതാ ഊണും മുറക്കും ഒന്നും കൂടാതെ മൂവാണ്ട് കാലം പോറുത്ത് നടന്നോവർ, അവർക്കൊന്നും വെറുതെ കിട്ടലല്ല. അങ്ങനെയുള്ള ആളുകളിൽ അൽ ഖുതുബുൽ ഗൗസ് എന്ന് പേരുള്ളവരുണ്ട്. അതാണ് നേരത്തെ മുജാഹിദിൻ്റെ ബുക്ക് തന്നെ ഞാൻ വായിച്ചത്. അവർ ചിലപ്പോൾ ഉണ്ടാകണമെന്ന് തന്നെ ഉണ്ടാകുന്ന നിലക്ക് അല്ലാഹു തആല പദവി കൊടുക്കും. അപ്പം ഇത് ഔലിയാക്കളെ കൂട്ടത്തിൽ കുറേ ഔലിയാക്കൾ, ആയിരക്കണക്കിന് 12,000-ഓളം ഔലിയാക്കൾ ഉണ്ടായിരുന്നു എന്നായപ്പോൾ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കാലത്ത് 12,000-ഓളം വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കൾ ഉണ്ടായിരുന്നു. ഒമായാലും ജുനൂദ റബ്ബിക ഇല്ലാ ഹൂ എന്നുള്ള ആയത്താണ് പിന്നെ അവിടെ അതിന് തെളിവ് പറയുന്നത്. ആര്? ബഹുമാനപ്പെട്ട ഖുതുബ് അബ്ദുൽ ഹദ്ദാദ് അള്ളാഹിൻ്റെ സൈന്യങ്ങളെ അള്ളാഹ് അല്ലാണ്ട് അറിഞ്ഞൂടാൻ എത്ര ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇതിലിപ്പോൾ എത്ര ഔലിയാക്കൾ ഉണ്ടാവും? നമുക്കുണ്ടായിരിക്കുന്നേ ആരാന്ന്? അതുകൊണ്ട് എന്താ വേണ്ടി? എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരെയും ആദരിക്കുക. ഔലിയ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വേഷട്ടോനാന്ന് വിചാരിക്കരുത്. അള്ളാഹിൻ്റെ അഖ്താബുകൾ, ഖുതുബുകൾ, ലോകമൊട്ടാകെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്ന ഖുതുബുകൾ, അവർ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇരുമ്പിൻ്റെ പണിയെടുക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ജോലിയെടുത്ത് തൊഴിലാളീൻ്റെ പണിയെടുക്കുന്നവരുണ്ടാവും, ചുമട്ട് തൊഴിലാളികളുണ്ടാവും. അതൊക്കെ ഇമാമിങ്ങൾ കിതാബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. ഇനി അങ്ങനെ ഒരു വിഭാഗം മാനുൽ ഖദിരി അലൈഹി സ്വലാം പറഞ്ഞു സലാസുമിയത്തിൻ ഹുമുൽ ഔലിയാ, പ്രത്യേക ഔലിയാക്കളാണ് 300. അങ്ങനെയുണ്ട്. നമ്മൾക്കറിഞ്ഞൂടെ? ഇപ്പം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് ഇല്ലേ? മുമ്പ് വേറെ ആളുണ്ടായിരുന്നു. ഇപ്പം അതുപോലെ ചിലപ്പോൾ കുത്തുബുകളെ തന്നെ അള്ളാഹു തആല കുറച്ച് ദിവസം മാറ്റുകയൊക്കെ ചെയ്യും. ഇത് ഭൗതിക ഭരണമാണ്, മറ്റേ ആത്മീയ ഭരണമാണ്. അപ്പോൾ ചിലപ്പോൾ കുറഞ്ഞ 1 മണിക്കൂറെല്ലാം കുത്തുബാകുന്ന പോലും ഉണ്ട്. അതെല്ലാം ഇമാമിങ്ങളെ ഔലിയാക്കളെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലർ മരിക്കുന്നവരെ ഉണ്ടാവും, ചിലർ കുറച്ചു കാലം. സിദ്ദീഖ് റളിയല്ലാഹു കുത്തുബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുത്തുബാണ്. എത്ര കൊല്ലം ഉണ്ടായിരുന്നു? നബിതങ്ങൾ വഫാത്തായിട്ട് എത്ര കൊല്ലം ഉണ്ടായിരുന്നു? 2.5 കൊല്ലത്തോളം അല്ലേ മുത്തലിസ? 2.5 കൊല്ലം ബഹുമാനപ്പെട്ട ഒരു കുത്തുബാണ്. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബാണ് കുത്തുബ്. ഇടപെടും, അവരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നൈൽ നദി ഒലിക്കുന്നില്ല. നൈൽ നദി ഒലിക്കാതെ നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു ഗവർണർ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കത്തെഴുതി, ഇങ്ങനെ നൈൽ നദി ഒലിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു എന്താ ചെയ്ത്? ഇടപെടുകയാണ്. ഇങ്ങനെ ഇടപെട്ടെ, ഒരു കടലാസ് എടുത്തിട്ട് അല്ലെ തോലെടുത്തിട്ട് എഴുതുകയാണ്, ഓ നീൽ, യാ അയ്യത്തുഹൻ നീൽ, ഓ നീൽ, നൈൽ നദി. നൈൽ നദി കത്താണ്. ആരാ എഴുതുന്നത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എഴുതുന്നത്. എന്താ പറയാനുള്ളത്? ഇൻകുന്ത തജ്രീബി ഹംദി, നിൻ്റെ സോന്യാസോ നിൻ്റെ ഇഷ്ടപ്രകാരം ഒലിക്കാനുള്ളതാ. എന്നാൽ പല ഹാജത്തിലേക്ക് ഞങ്ങൾക്കൊരാവശ്യമില്ല എന്നെ കൊണ്ട്. ഇൻകുന്ത തജ്രീ, അല്ല നീ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം ഒലിക്കുന്നതാ. എന്നാൽ ഫജിരി, ഒലിച്ചോളണം. ഞാൻ അള്ളാഹുവിൻ്റെ ഓർഡർ നടപ്പാക്കാനുള്ള ആളാ, ഒലിച്ചോളണം. ആ കടലാസ് കൊണ്ടുപോയിട്ട് നൈൽ നദിയിലും കിട്ടപ്പോൾ നൈൽ നദി ഇതുവരെ പിന്നെ നിന്നിട്ടില്ല. അപ്പോൾ ഇടപെടലുണ്ട്, ചിലപ്പോൾ ദുആ കൊണ്ടുണ്ട്, അതാ തസറുഫ്, ഇടപെടലുണ്ട്. ഇതൊക്കെ ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഗതികളാണ്. അൽ ഖുതുബുൽ ഗൗസ് എന്ന് പേരുള്ളവർ ഫലൈസ ഇല്ലാ വാഹിദൻ ഫീ കുല്ലി സമാനിൻ, ഒരു കാലത്ത് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അൽ ഖുതുബുൽ ഗൗസ് എന്ന് പറയും. വഹുവൽ ഫർദുൽ ജാമി വയുദആ ഇൻദൽ ഖൗമി ബിൽ ഖലീഫ. ഔലിയാക്കൾ മുസൂഫിയാക്കളുടെ ഒരു ഖലീഫ എന്ന് പേര് പറയും, അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയും, സിദ്ദീഖിയത്തുൽ കുബ്ര ഉള്ളവർ എന്ന് പറയും, വിലായത്തുൽ ഉളമ ഉള്ളവർ എന്ന് പറയും. ഇങ്ങനെ പല പേരും അവർക്ക് പറയും. ഇനി വേറൊന്ന് പറയും, വൽ ഖുതുബാനിയത്തു, ഖുതുബ് എന്ന പേരുണ്ടല്ലോ, ബിമാന സിയാദ, അത് നേതാവ് എന്ന അർത്ഥത്തിൽ പറയും. നേതാവിന് ഖുതുബ് എന്ന് പറയും. ഒരു പ്രത്യേക മക്കാമിലുള്ള ആളുകളുടെ നേതാവായാൽ അദ്ദേഹത്തിന് ഖുതുബ് എന്ന് പറയും. ഔ ഹാലിൻ, അല്ലെ ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ആളുകൾ അവരുടെ നേതാവായാൽ ഖുതുബ് എന്ന് പറയും. ഫയുഖാലു ഖുതുബുൽ മുതവക്കിലീൻ, ഖുതുബുർ റാദീൻ ഇലാ ഗൈരി ദാലിക ഫലഅല്ലഹു ഇന്നമാ യുഖാലു ലിസാഹിബി സിദ്ദീഖത്തുൽ കുബ്രാ അൽ ഖുതുബുൽ ഗൗസ് മഅൽ ഇക്തിഫാഇ ബിലഫ്ദിൽ ഖുതുബി ഫീ താരിഫി ഇത്റാസൻ അൻ ഹാദൽ മജാസ്. അപ്പോൾ അൽ ഖുതുബുൽ ഗൗസ് എന്ന് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഒരു സെക്ഷൻ്റെ മാത്രമല്ല, മൊത്തത്തിലാണ് എന്ന് അറിയിക്കാനാണ് അൽ ഗൗസ് കൂട്ടിയിട്ട് പറയുന്നത്. അവസാനം പറയാണ്, എന്താ പറയുക, വസ്തുൽ കലാമി അലാ തഹ്ഖീഖി ഹാദിഹിൽ മസ്അല. ഈ ഖുതുബ് എന്ന ചർച്ച അത് വിശദമായിട്ട് പറയാറുഞ്ഞാൽ യസ്തദീ ദിക്ര മവാജീദി അഹ്ലി ദായിറത്തിൽ വിലായത്തി ദിക്രി അലാമാതിഹി ദാലത്തി അലൈഹിം തഫാവുതി അഹ്ലി കുല്ലി റുത്ബത്തിൻ ഫീ റുത്ബത്തിഹിം ഇലാ ഗൈരി ദാലിക ഫഹാദാ അംറുൻ
വിശദമായിട്ട് ആരാണ് ഇന്ന നിലക്കുള്ള കുത്തുബ്, ആരാ ഇന്ന നിലക്ക് അല്ലാത്ത കുത്തുബ്, ഇന്ന ആൾക്ക് എന്താ പദവി, ഇതൊക്കെ പറയണമെങ്കിൽ അത് കൃത്യമായി പറയണമെങ്കിൽ ഇല്ലൽ ഖുതുബുൽ ഖൗസു അൽ ഖുതുബുൽ ഖൗസായ മഹാനെ കഴിയൂ. അത് അൽ ഖുതുബുൽ ഖൗസായ മഹാന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ഔലിയാക്കളുടെ മർത്തബകൾക്ക് വിശദമായി അറിയുന്ന ആളാരാണ്? അൽ ഖുതുബുൽ ഖൗസ്. മറ്റുള്ളവർക്കൊന്നും അതിലിടപെട്ട് സംസാരിക്കാൻ അങ്ങനെ കഴിയില്ല. ഔലിയാക്കളിൽപ്പെട്ട ആൾ തന്നെയാണ്, പക്ഷെ അത്ര വലിയ മർത്തബയിൽ എത്തിയിട്ടില്ല. അങ്ങനത്തെവർക്ക് അവരുടെ ഋതുബ, അവരുടെ മർത്തബ എന്താന്ന് പറയാൻ കഴിയും. അവരെ താഴെയുള്ള പറയാൻ, മേലുള്ള പറയാൻ കഴിയില്ല. മേലുള്ളത് പറയാൻ കഴിയൂല. വലഹു ഇസ്രാഫിൻ വിശദമായിട്ട് തിരിയാതെ ചിലപ്പോൾ ഒരു എത്തിനോട്ടൊക്കെ ചിലപ്പോൾ സാധിച്ചുകൂടാന്നില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ട് മഹാനോട് പറയാൻ വാലൽ ജുംലത്തി, മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഫഹാദിഹിൽ മസ്അലതു, ഈ ചർച്ച, ഈ പറയുന്ന ആര് ഏത് മർത്തബയിൽ എന്നൊക്കെ തീരുമാനിക്കുന്ന ചർച്ച ഉണ്ടല്ലോ, മിനൽ ഉമൂരില്ലത്തി ലാ യഖ്നഉ ഫീഹാ ബിദൂനിൽ കശ്ഫി വൽ യാനി, അത് കറാമത്തുള്ള ആളുകൾക്ക് മാത്രമേ, കശ്ഫുള്ള ആളുകൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അവൻ അറാദ ദാലിക, ഇനി ഒരുത്തൻ അങ്ങനെ തിരിയണമെന്നുണ്ടോ, എന്നാ ഓന് പണിയെടുത്തോട്ടെ. അവന്റെ ശരീരത്തിന്റെ സ്വഭാവമൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. വലിയ ഉന്നതമായ അങ്ങേയറ്റത്തെ പരിശീലനം ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായും പോട്ടെ. അൽ മാഹിഖത്തിൽ റുഊനാത്തിൻ നഫ്സാനിയത്തിൽ ഖാഹിറത്തിൽ ഹുദൂദി ശഹ്വാനിയത്തിൽ മുസയ്യനത്തി ബിൽ ഹുദൂരി അൽ മുസയ്യനത്തി ബിൽ ഹുദൂരി ദായിമി മഅ അല്ലാഹി തആല, ഏത് സമയവും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുന്ന രൂപത്തിലുള്ള സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി അവൻ്റെ ശഹ്വത്തുകളൊക്കെ ഒഴിവാക്കി, അവൻ്റെ മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കി, ദുനിയാവിനുള്ള സ്നേഹം ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെ വരട്ടവൻ ബിവസ്ഫി ഹുസ്നിൽ അദബി അലാ ബിസാത്തി ദില്ലത്തി വൽ ഇൻകിസാരി വൽ ഇത്റാരി വൽ ഇഫ്തിഖാർ തഹ്ഖീഖൻ ലിൽ ഉബൂദിയ്യത്തി വഅഫാം ബിഹഖ് റുബൂബിയ്യ فإذا أحكم العبد هذين الأصلين اللذين أحدهما حسن الرياضة والآخر كمال الحضور إن حتك حجاب قلبه وأبصر غيب ربه فعند ذلك يشاهد الأولياء على مراتبهم ومناصبهم القدسية أرواحا مجردة فحينئذ يستغني عن الوصف ويرتفع حضيض التقليد إلى أوج الكشف. അങ്ങനെ ഔലിയാക്കളിൽ വലിയ ഉന്നത സ്ഥാനത്ത് എത്തിയാലേ ഒരാൾക്ക് ഇന്ന മർത്തബയാണ് എന്ന് തീരുമാനിച്ച് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ പറയാൻ കഴിയൂല. ഇതാണ്, ഇത് ഒരാളുണ്ടാവുമല്ല, എല്ലാ മഹാന്മാരും പറഞ്ഞൊരു സംഗതി. ഞാൻ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒരു വിവരമില്ലാത്ത എന്നെ പോലത്തെ വരും, അതും മൂപ്പർ പറയുന്നുണ്ട്, മൂപ്പരെ കൊണ്ട് തന്നെ മൂപ്പർ പറയുന്നുണ്ട്, ഞാനൊന്നും ഒരു വിവരമില്ലാത്ത ആളാണ്. അങ്ങനത്തെവര് അത്തരം കാര്യങ്ങളിൽ ധൈര്യപ്പെട്ട് സംസാരിക്കരുത്, വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി പേര് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഒന്ന് പൂർത്തീകരിക്കണം. പേരങ്ങനെ ഉള്ളതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്, സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്, അവർക്കൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയും. ആ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മൊത്തം ഇസ്ലാമിൻ്റെ ഷെയ്ഖ് എന്നല്ല, ഇസ്ലാമിലുള്ള ഒരു ഷെയ്ഖ്, ഒരു പണ്ഡിതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അത്തരം അർത്ഥപ്രകാരം ഒരാളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ അത്തരം അർത്ഥപ്രകാരമാകാം. നമുക്ക് തീരുമാനിക്കാൻ അവകാശവും അധികാരവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ഖുതുബിൻ്റെ ഒരു സിയാദത്ത്, ഒരു നേതൃത്വം ഉള്ള ആൾക്ക് ഖുതുബ് എന്ന് പറയാം. അങ്ങനെ പറയുമ്പോഴേക്ക് അതൊക്കെ ശിർക്കാണ്, കുഫ്റാണ് എന്നൊന്നും സലഫികൾ വിധിക്കാൻ പോണ്ട. നമ്മൾ തീരുമാനം മാത്രം ആയിട്ടില്ല എന്നുള്ള ബോധവും നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. ഇനി സുബ്ഹാനല്ലാഹ്, വേറെ എന്തെങ്കിലും നമ്മളിന്ന് പറയാനാ? ഇനിയിപ്പോൾ ഔത്താദ് നിജബാവൊക്കെ അതിൽ തന്നെ പെട്ട ഓരോ സെക്ഷനാണ്, അതിലപ്പുറം ഇപ്പം വിശദീകരിക്കാൻ കഴിയൂല, വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം. അപ്പോൾ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് പല മർത്തബകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരേ മർത്തബയിൽ അല്ല. അതല്ലേ മടവൂരുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ശൈഖുന കാന്തപുർ ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കും. നമുക്കും നിങ്ങളെപ്പോലത്തെ ഇത്തരം പരിപാടിയിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞ്? നിങ്ങളെ എടുക്കുന്ന പണിയെ എടുത്താൽ മതി. നിങ്ങളെ എടുക്കുന്ന പണി, കാരണം അവരിവിടെ ഇല്ല, ഇസ്ലാം ദീൻ ഉണ്ടാവില്ല, ഇവിടെ സുന്നത്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടിയാണ്, ഓരോരുത്തർക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഔത്താദുകൾപ്പെട്ട ആളാണ്. ഖിദിർ നബി അലൈഹി സ്വലാം എന്നോട് നേരിട്ട് പറഞ്ഞു തന്നെ, ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി ഔത്താദുപ്പെട്ട ആളാണ്. ഷാഫി ഇമാമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴോ ഫിഖ്ഹിന്റെ മസ്അല, അതിൻ്റെ ഉസൂല്, അതിൻ്റെ ഫുറൂഅ്, ഇത്തരം വിഷയത്തിലാണ് മഹാനവറുകൾ പുറത്തുള്ളത്. അതേ സമയത്ത് മഹാനവർ ഖുതുബാണ് എന്ന്
ഇബ്നു ഹജർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ചിലപ്പോൾ അപ്പോൾ ചില ചങ്ങായികളുടെ വിചാരം എന്താ അറിയോ, ഈ മൊയ്ലിയാന്മാരുടെ കൂട്ടത്തിൽ, വിവരമുള്ളവരുടെ കൂട്ടത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഔലിയാക്കളൊന്നും ഉണ്ടാവില്ല. ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മൊയ്ലിയാരൊന്നും അല്ലാത്ത ഏതോ ഒരു ചങ്ങായിനെ കിട്ടണം, എന്നാലേ ഔലിയാവും. അവരിങ്ങനെ അത് ഉലമാഉൽ ലാഹിർ, ഇത് ഉലമാഉൽ ബാത്തിൻ. ഈ സാധുവിന് അറിയോ ഉലമാഉൽ ലാഹിർ എന്താ, ഉലമാഉൽ ബാത്തിൻ എന്താ? അതൊക്കെ ശരിക്കും മണിയായിട്ട് ഔലിയാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹീദ്ദീൻ ശിഖ്ലാഹു സിറുൽ അസ്റാർ തന്നെ പറയുന്നുണ്ട്, അവര് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ഇറുസുള്ളവരാണ് ഉലമാ. ആ ഉലമായിൽ തന്നെ രണ്ടുള്ളവരുണ്ട്, ഉലമായിൽ തന്നെ രണ്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള ആലിമീങ്ങൾ നമ്മളെ പല സ്ഥലത്തും ധാരാളം വലിയ വലിയ ആലിമീങ്ങൾ. ആ ആലിമീങ്ങളൊക്കെ അങ്ങ് തള്ളിയിട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നാളെ അത്ഭുതപ്പെട്ടു പോയി. ലോകത്ത് ഏറ്റവും വലിയ കുതുബുകൾ ആരാ? ഏറ്റവും വലിയ കുതുബുകൾ ഒക്കെ അയിമത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ കുതുബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുതുബു ദാഇറത്തുൽ കൗൻ, ലോകത്തിൻ്റെ മുഴുവനും കുതുബ് നബി സല്ലല്ലാഹു. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ ദാഇറത്തുൽ വുജൂദ് എന്ന് പറഞ്ഞു, അതിൻ്റെ സംഗതിയിലൊന്നും തന്നെ. അതുപോലെ അതിപ്പോൾ സ്വാഭാവികമാണല്ലോ, പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ആശയം പറയുമ്പോൾ ചിലപ്പോൾ വാചകങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടാകും. അപ്പോഴേ കഥാടല്ലോ എന്ന് ചോദിച്ചു കുൽപ്പാലം നോക്കണ്ട. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് മൂമിനീങ്ങൾ അർവാഹികൾക്ക് ചില തദ്ബീറാത്തുകൾ ഇട്ടുക, അർവാഹുൽ മൂമിനീൻ. അപ്പോൾ ചിലർ ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടോന്ന്. ആ ആശയം റാസിയിലുണ്ട്. ചിലപ്പോൾ ആ വാചകം ഉണ്ടായിക്കോണല്ലോ. ഞാനും പറഞ്ഞത് ദാഇറത്തുൽ വുജൂദ്, ദാഇറത്തുൽ വുജൂദിൽ ദാഇറത്തുൽ അക്വാൻ അല്ലേ, രണ്ടും സംഗതി ഒന്ന് തന്നെയാണ്. അതൊക്കെ സ്വാഭാവികമാണ്. ആശയമാണ് നമ്മളെ മെയിൻ വിഷയം. ഒരു വാചകം പറയുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നുള്ളത് സാധാരണയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഒരു കിതാബിൻ്റെ തുടക്കം തന്നെ പറയുന്നതാണ്, വസ്സലാത്തു വസ്സലാമു അലാ ഖുതുബി ദാഇറത്തുൽ അക്വാനി വസയ്യിദുൽ അസിയാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞാൽ ദാഇറത്തുൽ അക്വാനിൻ്റെ ഖുതുബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തും സലാമും. ഇതുപോലെ ഇബ്നുൽ ഹജർ റളിയല്ലാഹു അൻഹു മദ്ഖലിൽ എല്ലാ സൃഷ്ടികളുടെയും ഖുതുബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ്, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, പിന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും, പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു, പിന്നെ അടുത്ത ഖുതുബാരാ? മുആവിയ റളിയല്ലാഹു അൻഹു. അടുത്ത ഖുതുബ് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവർക്ക് എന്തിനറിയോ? അവർക്ക് രണ്ട് ഭരണമുണ്ട്, ആത്മീയ ഭരണമുണ്ട്, ബാഹ്യ ഭരണമുണ്ട്. രണ്ട് ഭരണവും കിട്ടിയ ഖുതുബുകളാണ് അവർ. അബൂബക്കറിൻ വഉമറ വഉസ്മാന വഅലിയിൻ വൽഹസൻ വമുആവിയത ബിൻ യസീദ് വഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇവരൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള ഖുതുബുകളാണ്. ആ ഖുതുബായ മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണ് എന്ന് പറയുന്ന കള്ളത്തരീക്കത്തുണ്ടായില്ലേ കേരളത്തിൽ വന്നില്ലേ ഒരു സർക്കാർ എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ആലിമീങ്ങളെയും വിട്ടിട്ട് ഏതെല്ലാരോ സംഗതിൻ്റെ പിന്നാലെ പോയാൽ മനുഷ്യൻ കുത്തുബിനെ പിടിച്ച് മുനാഫിക്കാക്കും. അങ്ങനെ മുനാഫിക്കാക്കിയാൽ ബിരുദെടുത്ത കുട്ടിയും പെട്ടില്ലേ, ബിരുദെടുത്ത കുട്ടി പെട്ടില്ലേ? അവനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ പിന്മാറാൻ തയ്യാറാകുന്നില്ലല്ലോ. ആ രൂപത്തിൽ മനുഷ്യന്മാർ പെട്ടുപോകും. അതുകൊണ്ട് ഉസ്താദുമാരെയും ആലിമീങ്ങളെയും തള്ളിയിട്ട് ഒരാളും ഇത്തരം വിഷയത്തിൽ കടക്കരുത്.